ഞായറാഴ്ച രാംലീല മൈതാനിയിൽ നടക്കുന്ന റാലി ശക്തിപ്രകടനമാക്കി മാറ്റാൻ പ്രതിപക്ഷ സഖ്യം ഇന്ത്യ. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഇഡി അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് റാലി. രാംലീല മൈതാനിയിലെ റാലിക്ക് ഡൽഹി പോലീസ് അനുമതി നൽകി. പ്രതിപക്ഷ പാർട്ടികൾക്കെതിരായ ആദായനികുതി വകുപ്പിന്റെ നടപടിയിൽ പ്രതികരിച്ച രാഹുൽ ഗാന്ധി ജനാധിപത്യത്തെ നശിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടിയെന്നും ഇത് തന്റെ ഗ്യാരണ്ടിയെന്നും പറഞ്ഞു. സിപിഎമ്മിനും സിപിഐക്കും തൃണമൂൽ എംപിക്കും ആദായനികുതി വകുപ്പ് നോട്ടീസ് നൽകി. രാജ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ പ്രതിപക്ഷ സഖ്യം ഇന്ത്യ കേന്ദ്ര സർക്കാരിനെതിരെ പോർമുഖം തുറക്കുകയാണ്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഇഡി അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് രാംലീല മൈതാനിയിൽ നടക്കുന്ന റാലി പ്രതിപക്ഷ സഖ്യം ഇന്ത്യയുടെ ശക്തി പ്രകടനമാക്കാനുള്ള ശ്രമമാണ് നേതാക്കൾ നടത്തുന്നത്. രാഹുൽ ഗാന്ധി നയിച്ച ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ സമാപനത്തിന് മുംബൈയിൽ നടന്ന സഖ്യത്തിന്റെ റാലിയിൽ നിന്ന് ഇടത് പാർട്ടികൾ വിട്ടുനിന്നിരുന്നു. എന്നാൽ രാംലീല മൈതാനിയിലെ റാലിയിൽ ഇടത് പാർട്ടികളടക്കം പങ്കെടുക്കും. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി, സീതാറാം യെച്ചൂരി, ഡി രാജ, ശരത് പവാർ, തേജസ്വി യാദവ്, തിരുച്ചി ശിവ, ഡെറിക് ഒബ്രയാൻ, ഉദ്ധവ് താക്കറെ തുടങ്ങി സഖ്യത്തിലെ പ്രമുഖ നേതാക്കൾ റാലിയിൽ പങ്കെടുക്കും. അതേസമയം പ്രതിപക്ഷ പാർട്ടികൾക്കെതിരായ ആദായ നികുതി വകുപ്പ് നടപടിക്കെതിരെ രംഗത്ത് വന്ന രാഹുൽ ഗാന്ധി ജനാധിപത്യത്തെ നശിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടിയെന്ന് വ്യക്തമാക്കി. ഇതാണ് തന്റെ ഗ്യാരണ്ടിയെന്നും രാഹുൽ ഗാന്ധി അറിയിച്ചു. സർക്കാർ മാറിയാൽ ജനാധിപത്യത്തെ തകർക്കുന്നവർക്ക് മറുപടി നൽകുമെന്നും രാഹുൽ എക്സിൽ കുറിച്ചു. സിപിഐക്കും സിപിഎമ്മിനും ആദായ നികുതി വകുപ്പ് നോട്ടീസ് ലഭിച്ചു. 11 കോടി നികുതി അടയ്ക്കാനാണ് സിപിഐക്ക് ലഭിച്ച നോട്ടീസിൽ പറയുന്നത്. ആദായ നികുതി വിവരങ്ങൾ ഫയൽ ചെയ്യുന്നതിൽ പാൻ കാർഡിലെ വിവരങ്ങൾ തെറ്റായി രേഖപ്പെടുത്തിയെന്ന കാരണത്താലാണ് നോട്ടീസ്. സിപിഎമ്മിന് ലഭിച്ച നോട്ടീസിൽ 15 കോടി പിഴ അടയ്ക്കണമെന്ന് പറയുന്നു. തൃണമൂൽ കോൺഗ്രസ് നേതാവിനും ആദായ നികുതി വകുപ്പ് നോട്ടീസ് നൽകി. തൃണമൂൽ കോൺഗ്രസ് എംപി സാകേത് ഗോഖലെയാണ് 72 മണിക്കൂറിനിടെ 11 നോട്ടീസുകൾ ലഭിച്ചെന്ന് അറിയിച്ചത്. പ്രതിപക്ഷത്തെ സമ്മർദ്ദത്തിലാക്കാൻ എല്ലാ വഴിയും നോക്കുകയാണെന്നും തൃണമൂൽ എംപി ആരോപിച്ചു. അമൃത ന്യൂസ്, ന്യൂഡൽഹി.